So our new chapter is life process. So what do you mean by life process? അതാണ് നമുക്ക് ബേസിക് ആയിട്ട് ആദ്യം അറിയുന്നത്. So life process എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the process we follow regularly to stay alive. സോ ലൈഫ് പ്രോസസ്സ് എന്താണ്? നമ്മൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ് എന്തിന്? ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓൾ ലിവിങ് ബീങ്സ് ഇൻക്ലൂഡ്സ് യു, മീ, ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് എവ്രിതിങ്. അത് റെഗുലർലി ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുക. സോ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫുഡ്. സോ നമ്മൾ എപ്പോഴും ഫുഡ് റെഗുലർലി നമ്മൾ കഴിക്കുന്നതാണ്. സോ വാട്ട് ഈസ് ഇൻസൈഡ് ദ ഫുഡ്? എന്താണ്? ഫുഡില് മെയിൻലി ഫുഡ് ആക്ട് ആസ് എ ഫ്യൂവൽ ഫോർ us. നമുക്ക് എന്താണ്? ഒരു ഫ്യൂവൽ ആയിട്ടാണ് ഫുഡ് മാറുന്നത്. ലൈക്ക് സിമിലർലി നമ്മൾ കാറിൽ ഫ്യൂവൽ അടിക്കുന്നത് പോലെ. സോ ഈ ഫ്യൂവലിൽ എന്താണ് ഫുഡിലുള്ളത്? ഫുഡ് ആസ് കാർബ്സ്. കാർബ്സ് മീൻസ് carbohydrates and raw materials. These are the things that is included in our food. So all food contains a source of energy. അല്ലെ? ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു എനർജിയുടെ സോഴ്സ് ആണ് ഫുഡ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാസ് ഫ്യൂവൽ ഫോർ us. ഇവർ നമുക്ക് ഫ്യൂവൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ എന്താണ്? ഈ ഫുഡ് നമ്മൾ സ്വാലോ ചെയ്യാണ്. ഈ സ്വാലോ ചെയ്ത് നമ്മുടെ ഫുഡ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ after swallowing it, the digestive system is able to extract all the necessary fuels. അല്ല, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എക്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ ഫുഡ് ഉണ്ടല്ലോ, ഈ ഫുഡ് എക്സ്ട്രാക്ഷൻ അബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഇത് അബ്സോർപ്ഷൻ നടക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ മേജർ സ്റ്റെപ്പാണ്. ഓക്കെ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ ഇത് നടക്കുന്നത് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടല്ല അബ്സോർപ്ഷൻ നടക്കുന്നത്. സോ വാട്ട് അബൌട്ട് ദ അതർ പാർട്സ് ഓഫ് ദ ബോഡി? അവർക്ക് എങ്ങനെയാണ് ഈ ഫ്യൂവൽസ് കിട്ടുന്നത്? യെസ്, ദാറ്റ് ഈസ് ദ സെക്കൻഡ്. ഫസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്തു എന്താണ്? swallow ചെയ്തു. and here it comes distribution. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. സോ ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ടു കളർ ഡോട്ട്സ് ആണുള്ളത് അല്ലെ? വൺ ഇസ് കാർബ്സ് ആൻഡ് അതർ ഇസ് raw materials. സോ വാട്ട് ഇസ് ദ റോൾ ഓഫ് എ raw materials? എന്തിനാണ് raw materials നമ്മുടെ ബോഡിക്ക് ആവശ്യം? സോ raw material in the sense it helps for the growth of our body and build muscles. muscles in the growth. So when we are born നമ്മൾ വളരുന്നുണ്ട് അല്ലെ? നമ്മുടെ മസിൽസ് ഗ്രോത്ത് ആവുന്നുണ്ട്. സോ അതിനൊക്കെയാണ് ഈ raw materials ഹെൽപ്ഫുൾ ചെയ്തത്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഇറ്റ് കംസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് raw materials and carbs. So what about the third step? ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? So once distribution കഴിഞ്ഞു, each cell എന്ത് അതിനാവശ്യമുള്ള required fuels gain ചെയ്തു. ബട്ട് ഇവിടെ എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഫ്യൂവൽ എങ്ങനെയാണ് എനർജി ആയിട്ട് മാറുന്നത്? ഈ ഫ്യൂവൽ ഇപ്പൊ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫ്യൂവൽ ആണ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. ഹൗ ദിസ് ഫ്യൂവൽ കൺവേർട്ടഡ് ഇൻ ടു energy? So when we are taking the examples of car, ഒരു കാറിൽ നമ്മൾ പെട്രോൾ ആണ് അതിന്റെ ഫ്യൂവൽ. ആ പെട്രോൾ എങ്ങനെ ആ കാർ ജസ്റ്റ് നമ്മൾ ഒരു കാറിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ കാർ ഓട്ടോമാറ്റിക് മൂവ് ചെയ്യോ? നോ. സോ കാർ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? എനർജി വേണം അല്ലെ? ആ ഫ്യൂവൽ എങ്ങനെയാണ് എനർജി ആയിട്ട് മാറിയത്? ബൈ ബേണിംഗ്. അത് ബേൺ ആവുമ്പോഴാണ് എന്തായിട്ട് കൺവേർട്ടഡ് ആയിട്ട് മാറുന്നത്? എനർജി ആയിട്ട് മാറുന്നത്. സോ ഇവിടെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ബേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ they have to carry out a chemical reaction. So
ഇതെന്ത് കാരണം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണം ടു റിലീസ് ദ എനർജി ഫ്രം ദ ഫ്യൂവൽ. ഓക്കെ, സോ ഈ എനർജി ഈ ഫ്യൂവലിൽ നിന്ന് ഈ എനർജി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ they have to burn. In the sense, they have to carry out a chemical reaction to release the energy from the fuel. Okay, so അതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് നടക്കുന്നത്, എനർജി ആയിട്ട് കൺവേർട്ടഡ് ആയിട്ട് മാറുകയാണ്. സോ ഇവിടെ ബേണിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ബോഡി ബേൺ ചെയ്ത് അതൊരു എനർജി ആയി മാറുന്ന സമയത്ത് they also generated waste products ബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഈ ബേണിംഗ് നടക്കുന്ന സമയത്ത്. ഈ വേസ്റ്റ് പ്രോഡക്ട്സ് ബോഡി എന്ത് ചെയ്യും, they collect the waste products and throw it outside our body. നമ്മുടെ ബോഡിന്ന് ത്രോ ചെയ്യും outside through different ways like urination and sweating. ഇങ്ങനെയുള്ള വഴിയിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ബോഡി അതിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യാൻ തുടങ്ങും. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും, നമ്മളെ ബോഡിയിലേക്ക് get fuel and raw material അല്ലെ, നമ്മളെ ബോഡിയിലേക്ക് ഫസ്റ്റ് നമ്മൾ ഫ്യൂവൽ കിട്ടുന്നു, റോ മെറ്റീരിയൽസ് കിട്ടുന്നു. സെക്കൻഡ് നമ്മൾ അത് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് സ്റ്റഫ്. നമുക്ക് കിട്ടിയ സാധനത്തിന് നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് അതിനെ ബേൺ ഫ്യൂവൽ. ആ ഫ്യൂവലിനെ നമ്മൾ ബേൺ ചെയ്ത് അത് എനർജി ആക്കിയിട്ട് മാറ്റും. ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യും ത്രോ വേസ്റ്റിനെ എക്സ്പെൽ ചെയ്യും. ഇതാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട്, ഫോർ സ്റ്റേ അലൈവിന് വേണ്ടി നമ്മുടെ ബോഡി ചെയ്യുന്ന പ്രോസസ്സുകൾ ഇതൊക്കെയാണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് കുറച്ച് ടെക്നിക്കൽ നെയിംസ് നമ്മൾ കൊടുക്കുകയാണ്, ഇതിന് ഓരോരുത്തരും നമുക്ക് പേര് കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് തിങ് ഈസ് ഗെറ്റ് ഫ്യൂവൽ ആൻഡ് റോ മെറ്റീരിയൽ. ഇതിനെ നമ്മൾ വിളിക്കും ന്യൂട്രീഷൻ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ഇസ് നമ്മളെ ന്യൂട്രീഷൻ നമ്മളെ ബോഡിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യും. And the third step is respiration. സോ നമുക്ക് ഇവിടെ ലിറ്റിൽ കൺഫ്യൂഷൻ വരും അല്ലെ, റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ബ്രീത്തിങ് അല്ലേ അവിടെ നടക്കുന്നത്. യെസ്, ഇവിടെ എനർജി റിലീസിങ് ആണ് ഉണ്ടാവുന്നത് അല്ലെ. ഫ്യൂവൽ ബേൺ ആവുന്ന സമയത്ത് അവിടെ എന്താണ്, എനർജി റിലീസിങ് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഇസ് എക്സ്ക്രീഷൻ. സോ ദീസ് ആർ ദ ബയോളജിക്കൽ നെയിംസ്. ഓക്കെ, സോ ഇതേ സെയിം പ്രോസസ് തന്നെയാണ് എവിടെ നടക്കുന്നത്, പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിലും സെയിം തന്നെയാണ് ഉണ്ടാവുന്നത്. പ്ലാന്റ്സിൽ ഫസ്റ്റ് എന്താ ഉണ്ടാവുന്നത്, ന്യൂട്രീഷന് വേണ്ടിയിട്ട് ദേ ഡിപ്പെൻഡ്സ് ഓൺ, ഫസ്റ്റ് ഇവർ എന്തായിരിക്കും, ഫോട്ടോസിന്തസിസ് നടത്തും. ഫോട്ടോസിന്തസിസ് അവിടെ എന്തായിരിക്കും, ദേ ജനറേറ്റ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിരിക്കും ഫ്യൂവൽസ് ആയിട്ടുണ്ടാവുക. റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, അവർക്ക് സോയിൽ നിന്ന് അല്ലെ. ഈ ഫോട്ടോസിന്തസിസ് വഴി സൺലൈറ്റ് അവിടെ നിന്നൊക്കെ അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കളക്ട് ചെയ്യും. പ്ലസ് അവർക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഫ്രോം ദ സോയിൽ ലൈക്ക് വാട്ടർ, ഇതൊക്കെ സോയിൽ നിന്നായിരിക്കും കിട്ടുക. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ദേ വിൽ ഡു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും അവരുടെ അടുത്ത് ഉണ്ടാവുക. തേർഡ് ഇസ് same burn fuels. Yes, they also burn their fuels. And the fourth step is excretion അവിടെ നടക്കും. സോ സെയിം സ്റ്റെപ്പ് തന്നെയാണ് എവിടെ ഉണ്ടാവുന്നത്, പ്ലാന്റ്സിലും ഇതേ
പ്രോസസ് തന്നെയാണ് ലൈഫ് പ്രോസസ്. ദേ ആർ വെരി സിമിലർ നോട്ട് ദിസ് സെയിം ആയിരിക്കും. ഓക്കെ, സോ ദ തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. സോ എന്താണ് ഓട്ടോട്രോപ്സ്, എന്താണ് ഹെറ്ററോട്രോപ്സിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്കൊരു 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ നോക്കാം. അതാണ് ഇതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തും. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻസ്. വൈ ഡു പ്ലാന്റ്സ് ഓൺ ദ ബാൽക്കണി നീഡ് സൺലൈറ്റ്? എന്തിനാണ് നമ്മുടെ ബാൽക്കണീസിൽ വെക്കുന്ന പ്ലാന്റ്സിന് സൺലൈറ്റിന്റെ ആവശ്യം? വൈ ഇസ് ദ ആപ്പിൾ റോട്ടിങ്? അതായത് നമ്മൾ കുറച്ച് ദിവസം ആപ്പിൾ പുറത്ത് വെക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു എന്താ പറയുക, കേട് വരാൻ തുടങ്ങും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? വൈ ഡു മൈ ഹെഡ് ഇച്ചിങ് സോ മച്ച്? എന്തിനാണ് എൻ്റെ തല നമുക്ക് എന്താ പറയുക ഇച്ചിങ് ഉണ്ടാവും, ചൊറിച്ചിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് മോഡ് ഓഫ് ന്യൂട്രീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് different ways of getting food. That is mode of nutrition എന്ന് പറയുന്നത്. Okay, so actually this is classified as two. That is, one is producers and the other is consumers. So let's see what is producers. എന്താണ് producers നമുക്ക് നോക്കാം. Producers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ produce their own food. അതായത് അവരവരുടെ സ്വയം ഭക്ഷണം അവർക്ക് ഉണ്ടാക്കാൻ കഴിവുള്ളവരെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ദേ പ്രിപ്പയർ their own food, that they are called producers. For example ആയിട്ട് പറയുകയാണെങ്കിൽ plants is a producers ആണ്. Bacterias, not all, some bacterias. Okay, so ഇതിനെ ജനറൽ ആക്കി പറയുകയാണെങ്കിൽ all green stuff, they all are producers. And so plants is an example, some bacteria and all green stuffs are the examples of producers. So they get അവർക്ക് എവിടുന്നാണ് ഈ എനർജി കിട്ടുന്നത്? They get energy from the sunlight and we call it as photosynthesis. So they are producers. So what about consumers? എന്താണ് consumers എന്ന് പറയുന്നത്? Consume others. They are called consumers, which means അവർ ആരുടെയെങ്കിലും ഒരാളുമായിട്ട് ഡിപ്പെൻഡ് ആയിട്ട് ജീവിക്കുന്നവരായിരിക്കും എന്ത് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ animals, insects and most bacteria. They are consumers. And of course human beings is also a consumer. So they are, so നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലായിരിക്കുന്നു എന്താണ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് എന്താണ് കൺസ്യൂമേഴ്സ്. ഓക്കെ, സോ ഇതിന്റെ ബയോളജിക്കൽ നെയിംസ് ആണ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോട്രോപ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഹെറ്ററോട്രോപ്സ്. ഇനി ഇതിൽ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which means സെൽഫ് നറിഷ്, അതായത് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവർ. they don't depend on any others. hetero എന്ന് പറയുമ്പോൾ they are other nourish, they always depend on others. That is the difference. Okay,
സോ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ഹെറ്ററോട്രോപ്സുകളുടെ ഡിഫറൻസ് ആണ്. സോ നമുക്ക് ഹെറ്ററോട്രോപ്സുകളെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. Heterotrophs mainly classified into three. First one is Holozoic, Saprotrophs, and the third is parasites. Okay, so ഇങ്ങനെ 3 ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഹോളോസോയിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹോളോസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഡൈജസ്റ്റ് ദെയർ ഫുഡ് ഇൻസൈഡ് ദെയർ ബോഡീസ്. അതായത് ഇവിടെ നടക്കുന്നത് ഡൈജഷൻ ഇൻസൈഡ് ദെയർ ബോഡി. അതായത് ദേ swallow their ഫുഡ്. ആ ഡൈജഷൻ പ്രോസസ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? അവരുടെ ബോഡിയുടെ അകത്തായിരിക്കും ഉണ്ടാവുക. സോ അതിൽ എക്സാമ്പിൾസ് ആണ് animals, insects, human beings. ഇവരൊക്കെ എന്താ ഉണ്ടാവുന്നത്? ഇവര് ആ ഫുഡ് ഇവര് ബോഡിയുടെ ഉള്ളിലേക്ക് എടുത്ത് ഡൈജഷൻ കഴിഞ്ഞ് ബാക്കി വേസ്റ്റ് എക്സ്പെൽ ഔട്ട് ചെയ്യും. സോ ഹോളോസോയിക് മീൻസ് ഡൈജസ്റ്റ്, ദേ ആർ കൺസ്യൂമേഴ്സ്, ദേ ഡൈജസ്റ്റ് their ഫുഡ് ഇൻസൈഡ് their ബോഡി. ഓക്കെ, ഇനി ഈ ഹോളോ എന്നുള്ളതിന്റെ മീനിങ് ആണ് എന്ത്? വോൾ. അതായത് ഇവരുടെ ഫുഡ് കംപ്ലീറ്റ് അകത്തേക്ക് എടുത്തിട്ടാണ് പിന്നീട് എന്തുണ്ടാവുന്നത്? ഡൈജഷൻ ഉണ്ടാവുന്നത്. ഇവിടെ എന്താണ് ഇമ്പോർട്ടന്റ്? ദേ നീഡ് എ ഗുഡ് digestive system. They need a good digestive system. Okay. Even if you don't have a good digestive system, then you become a saprotrophs. അപ്പോൾ നമ്മൾ എന്തായിട്ട് മാറും? നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ട്രോങ് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഒരു സാപ്രോട്രോപ്സ് ആയിട്ട് ഉണ്ടാവും. സാപ്രോട്രോപ്സിന് എന്താ പ്രത്യേകത? ഡൈജസ്റ്റ് ദെയർ ഫുഡ് ഔട്ട്സൈഡ് ദ ബോഡി. ഡൈജഷൻ എവിടെയാണ് നടക്കുന്നത്? ഡൈജസ്റ്റ് their food outside their body. Okay, so first ഇവർ എന്ത് ചെയ്യും? ഇവർ ഡൈജഷൻ പുറത്ത് വെച്ച് നടക്കും. ഡൈജഷൻ കഴിഞ്ഞ് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ബോഡിയുടെ ഇൻസൈഡിലേക്ക് എടുക്കും. ഇതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? റോട്ടിംഗ് ഉണ്ടാവുന്നത്. ഓക്കെ, these guys are the examples of rotting and decaying things. Okay, so apple ഇതൊക്കെ റോട്ടിംഗ് ഉണ്ടാവാൻ കാരണം the first they will ഡൈജഷൻ പുറത്തേക്ക് അത് റോട്ടിംഗ് ചെയ്ത് അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും ഇവരെന്ത് ചെയ്യുക? ഇവരുടെ ബോഡിയിലേക്ക് എടുക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് most bacteria, പിന്നെ ഉള്ളത് മഷ്റൂംസ്. ഇനി ഇൻ ജനറൽ ഫംഗസ്. ഇതൊക്കെയാണ് സാപ്രോട്രോപ്സിന്റെ ഗുഡ് എക്സാമ്പിൾസ്. ഓക്കെ, ഇനി ഇപ്പോ നമ്മൾ വിചാരിക്കും ഇത് അത്ര യൂസ്ഫുൾ ആണോ? ദേ ആർ
സൂപ്പർ എസെൻഷ്യൽ തിങ്സ് ആണ്. ബിക്കോസ് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളിൽ ഡീക്കേ സംഭവിക്കുന്നത്, അത് നശിച്ചു പോകുന്നത്, റീസൈക്ലിംഗ് നടക്കുന്നതൊക്കെ ആരെ കൊണ്ടാണ്? ഈ സാപ്രോട്രോപ്സിനെ കൊണ്ടാണ്. ഈ സാപ്രോട്രോപ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എവറിത്തിങ് വിൽ റിമെയിൻസ് സെയിം. അത് അതുപോലെ തന്നെ വേസ്റ്റ് ഒന്നും ഡീക്കേ സംഭവിക്കാതെ അതുപോലെ തന്നെ കിടക്കും. ഓക്കെ, സോ സാപ്രോ എന്ന് നെയിം ചെയ്യുന്നത് തന്നെ എന്താണ്? റൂട്ടിംഗ് എന്നാണ് നെയിം ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് തിങ് ഈസ് പാരാസൈറ്റ്സ്. എന്താണ് പാരാസൈറ്റ്സ് എന്ന് പറയുന്നത്? സോ വി ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് വേർഡ് പാരാസൈറ്റ്സ് എന്താണെന്നല്ലേ. പാര എന്ന് പറയുന്നത് അലോങ് സൈഡ്, അതായത് അവര് കൂടെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ദേ ഹാർഡ്ലി ഡൈജസ്റ്റ് ഫുഡ്. അതാണ് അവരുടെ ഫസ്റ്റ് സ്പെഷ്യാലിറ്റി, ഹാർഡ്ലി ഡൈജസ്റ്റ് ഫുഡ്. ഓക്കെ, സോ അപ്പോ ഇവരെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ്. ലൈക്ക് എക്സാമ്പിൾസ് ആണ് ലീച്ച് ആൻഡ് ലൈസ്. ലീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ട എന്താ ചെയ്യുക? നമ്മളെ ബോഡിയിൽ അത് പറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് അത് സക്ക് ചെയ്തെടുക്കും. അങ്ങനെയാണ് അവരത് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ലൈസസ്, പെയിനുകൾ, ഇതും എന്താണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് അതിനാവശ്യമുള്ള ഫുഡ് അത് ഡയറക്ട്ലി സക്ക് ചെയ്തെടുക്കും. ഇതുകൊണ്ട് ഹാംഫുൾനെസ് ഉണ്ടായിരിക്കും, ബട്ട് ദേ നെവർ കിൽ. സോ നമ്മളായിരിക്കും പാരാസൈറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നല്ല അല്ലേ, മീൻസ് അത് ആവശ്യമില്ലാത്തതാണ്. ബട്ട് ലേറ്റർ, ആദ്യം അങ്ങനെ വിചാരിച്ചെങ്കിൽ കൂടെ ലേറ്റർ നമുക്കത് മനസ്സിലായും അത് ഒരുപാട് ഹെൽപ്ഫുൾസ് ഉണ്ട്. ഈവൻ വേറെ 2 എക്സാമ്പിൾസ് ആണ് ടാപ്പ് വേംസ് ആൻഡ് റൗണ്ട് വേംസ്. ഇത് ഇൻഡസ്റ്റൈൻ വേംസുകളാണ്. സോ ഇതുകൊണ്ടുള്ള ഹെൽപ്ഫുൾ, ഇതുപോലുള്ള വേംസിന്റെ ഹെൽപ്ഫുൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഇൻക്രീസ് അവർ ഇമ്മ്യൂണിറ്റി ആണ്. ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇൻക്രീസ് ചെയ്യും. ലീച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴായിട്ട് എന്താ പറയുക, ആവശ്യമില്ലാത്ത ബ്ലഡ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് സക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആരെ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്? ലീച്ചിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതില് ഇനി സാപ്രോട്രോപ്സിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് നടക്കുന്നത്? ഓക്കെ, സോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. ദേ സ്പ്ലിറ്റ് അപ്പ് ദിയർ എൻസൈംസ്. ആ എൻസൈംസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ എൻസൈം ബ്രേക്ക് ഡൗൺ ചെയ്യണം. ആ ഫുഡിനെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്തിട്ട് ആ ഫുഡിനെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ടാണ് അതിന് ആവശ്യമുള്ളത് അവർ അബ്സോർബ്. റൂട്ടിംഗ് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ റൂട്ടിംഗ് നടക്കുന്നതിൽ ഫസ്റ്റ് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ എൻസൈം പുറത്ത് വിട്ട് ഈ ഫുഡിനെ ഇവർ സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. അതിന് ആവശ്യമുള്ള ഫുഡിനെ ഡൈജഷൻ കഴിഞ്ഞ് അതിന് ആവശ്യമുള്ളവരെ ഇവർ അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? ഒരു റോട്ട് ആൻഡ് സ്മെൽ. അതായത് നമ്മൾ പുറത്ത് കുറേ ഫുഡ് കുറച്ച് ദിവസമൊക്കെ, അല്ലെങ്കിൽ വല്ല വെജിറ്റബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഡ് ആയിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് സ്മെല്ല് വരുന്നത് ഇതുകൊണ്ടാണ്. ഇനി ഈ എന്താ പറയുക, ഈ സ്മെല്ലിങ് നടക്കുന്നത് എവറി ഡൈജഷൻ പ്രോസസ്സിലും എന്തുണ്ടാവുന്നുണ്ട്? ഈ സ്മെല്ല് ഉണ്ടാവുന്നുണ്ട്. നമുക്കത് ഫീൽ ചെയ്യാത്തപ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്തും ഡൈജഷൻ നടക്കുന്നുണ്ട്, ഈ സ്മെല്ല് ഉണ്ടാവുന്നുണ്ട്. ബട്ട് നമ്മളത് ഫീൽ ചെയ്യാത്തത് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി. ആൻഡ് സാപ്രോട്രോപ്സിൽ ഔട്ട്സൈഡ് അവർ ബോഡി ഔട്ട്സൈഡ് ദെയർ ബോഡി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ആ സ്മെല്ല് നമുക്ക് ഇപ്പോൾ അൺഡൈജസ്റ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ വോമിറ്റിംഗ് ചെയ്യുമ്പോഴൊക്കെ വോമിറ്റിങ്ങിലും സ്മെല്ല് വരുന്നത് അതാണ്. ആ ഡൈജസ്റ്റീവ് നടക്കുന്ന ആ സ്മെല്ലാണ് വരുന്നത്. ബൈ പ്രോഡക്ട്സ് ആണ് അതിൻ്റെയൊക്കെ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ടോപ്പിക്സ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. സോ ഐ എം സ്റ്റോപ്പിംഗ്. താങ്ക് യു.